വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത നൽകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. 6ാം സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ ഒരു സെമസ്റ്റർ പരീക്ഷയാണ്. ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ അവസാന സെമസ്റ്റർ പരീക്ഷയും കൂടിയാണ്. അപ്പോൾ മാർച്ച് മാസം 23-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികൾ പറയണത് നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, ഇപ്പോൾ ആദ്യമുള്ള 5 സെമസ്റ്ററുകളിലും അതുപോലെ 5 സെമസ്റ്ററിനെയും 6ാം സെമസ്റ്ററിനെയും വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് തീർച്ചയായും പറയാനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 6ാം സെമസ്റ്ററിൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് വർക്കും കൂടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രൊജക്റ്റിലൊക്കെ പല വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ചിരുന്നു, ഈ പ്രൊജക്റ്റിലൊക്കെ ആരെങ്കിലും തോൽക്കാറുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഇതുവരെ ലഭിക്കുന്ന അനുഭവം വെച്ച് ഈ പ്രൊജക്റ്റ് വൈവയിലൊക്കെ നിലവിൽ ആരും തോൽക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതുവരെ അങ്ങനെ ഒരു തോൽവി ഉണ്ടായിട്ടില്ല, നമ്മുടെ അറിവിൽ ഉണ്ടായിട്ടില്ല, നമുക്കത് അറിയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ തോൽക്കാറില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നമുക്ക് അറിയാനും സാധിക്കുന്നത്. അപ്പോൾ വൈവ പ്രൊജക്റ്റൊക്കെ എല്ലാ വിദ്യാർത്ഥികളും തന്നെ ജയിപ്പിച്ച് വിടാറാണ് പൊതുവേ ഉള്ള പതിവ്. 6ാം സെമസ്റ്റർ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക. 5 സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി കംപ്ലീറ്റ് ആക്കി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ 1 ഇയർ പോകും. ഒരു വർഷം നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് സപ്ലി എഴുതാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളിത് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. 6ാം സെമസ്റ്റർ വാല്യുവേഷൻ ലിബറലായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. 5 സെമസ്റ്ററുകളെ അപേക്ഷിച്ച് 6ാം സെമസ്റ്റർ വാല്യുവേഷൻ കുറച്ച് ലിബറലായിരിക്കും. കാരണം എന്ന് പറയുന്നത് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന സെമസ്റ്ററാണ്. എങ്ങനെയെങ്കിലും പിള്ളേർ ജയിച്ചു പോവുകയാണെങ്കിൽ ജയിച്ചു പോയിക്കോട്ടെ എന്ന രീതിയിലാണ് അധ്യാപകർ പൊതുവേ പേപ്പറുകൾ വാല്യുവേഷൻ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും പറയാനുള്ളത്, നിങ്ങൾക്കാവുന്ന രീതിയിൽ നിങ്ങളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ പരീക്ഷാ പേപ്പറിൽ എഴുതുക. ഞാൻ പല വീഡിയോകളിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരിക്കലും ഒരു അധ്യാപകന് വൈറ്റ് പേപ്പറിൽ മാർക്കിട്ട് വെക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ മാർക്ക് ഇടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികൾ പറയുന്നത്, പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തന്നെ പഠിക്കുക. ഒരു സിലബസ് തന്നെ നിങ്ങളുടെ സിലബസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവൈലബിൾ ആണ്. ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പഠിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും പ്രധാനമായും ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായും ഞാൻ ആദ്യമേ പറയുന്നത്, വെള്ള പേപ്പറിൽ ഒരിക്കലും മാർക്ക് ഇടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അപ്പോൾ തീർച്ചയായും പഠിച്ചു മുന്നേറുക. അപ്പോൾ പുതിയ കാണുന്ന മൈ ഫോൺ സ്ക്രിപ്റ്റ്. ബൈ.